ചേച്ചി പറഞ്ഞാൽ ഞാൻ വലിയ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ നിൽക്കുന്നത്. എന്തായാലും അമ്മയുടെ ഒപ്പത്തിൻ്റെ ഈ ആദ്യ ചുവടുവെപ്പ് ഇന്നിവിടെ യാഥാർത്ഥ്യമാകാൻ സാധിച്ചതിൽ നമുക്ക് സർവശക്തനായ ദൈവത്തിന് നന്ദി, സ്തുതി, മഹത്വം അർപ്പിക്കാം. നമുക്ക് അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. രേഷ്മ പറഞ്ഞ പോലെ ഇത് ഇൻട്രോസെക്ഷൻ ആയതുകൊണ്ട് നമ്മളെ ജന്മം മുതൽ മരണം വരെ നമ്മളെല്ലാവരും ഭാഗമായിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. നമ്മുടെ ഐഡൻറ്റിറ്റിയും നമ്മുടെ സ്വത്വവും എല്ലാം നമ്മൾ സ്വായത്തമാക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇന്ന് കുടുംബങ്ങൾ വളരെയേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ യങ്സ്റ്റേഴ്സിന് പലപ്പോഴും കുടുംബജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് അവർ മടിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയും കൂടി ഉണ്ട് ഇന്ന്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇന്ന് ദിനംപ്രതി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ, കുടുംബ ശിഥിലീകരണത്തിൻ്റെ വാർത്തകൾ അതുപോലെയാണ്. ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു 5-8 തലമുറയും കൂടെ കഴിഞ്ഞ് കഴിയുമ്പം ഇവിടെ കുടുംബം എന്ന് പറയുന്നൊരു സംവിധാനം എക്സിസ്റ്റ് ചെയ്തിരുന്നെന്ന് അന്നുള്ളവർക്ക് വിശ്വസിക്കാനോടെ പറ്റിയല്ലാത്ത ഒരു രീതിയിലോട്ട് ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അപ്പം നമ്മൾ ചിന്തിക്കുമ്പം പ്രത്യക്ഷത്തിൽ നമ്മൾ ചിന്തിക്കും ഇതിൻ്റെ കാരണം എന്നാന്ന് നോക്കുമ്പം സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആകാം, അല്ലെങ്കിൽ മാറി മാറി വരുന്ന ലോകക്രമവും ലോ ആൻഡ് ഓർഡറിൻ്റെ ഇൻഎഫിഷ്യൻസിയും, അങ്ങനെയൊക്കെ പല റീസൺസ് നമ്മൾ കാണുമെങ്കിലും നമ്മളൊരു ആത്മീയതയുടെ കണ്ണിൽ കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊന്നും യാദൃശ്യമായിട്ട് സംഭവിക്കുന്നതല്ല. ദിസ് ഈസ് സമ്മൺസ് പ്ലാൻഡ് അജണ്ടയാണ്. ആരുടെയാണെന്ന് നമുക്കറിയാമല്ലോ, നമ്മുടെ ശത്രുവായ പിശാചിൻ്റെ പ്ലാൻഡ് അജണ്ടയാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ പിശാച് ഈ കുടുംബത്തെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം കിട്ടുന്നത് നമ്മൾ സൃഷ്ടിയിലോട്ട് പോകണം. കാരണം സൃഷ്ടിയിൽ ദൈവം ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങളെയും ഉണ്ടാകട്ടെ എന്നൊറ്റ വാക്കിൽ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യനെ അങ്ങനെയല്ല. മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും തൻ്റെ ജീവശ്വാസം ഊതി ദൈവിക ജീവനിൽ പങ്കുകാരാക്കി സൃഷ്ടിച്ചു. ആ സൃഷ്ടിയിൽ തന്നെ ദൈവം ഒരു മെസ്സേജ് ലോകത്തിന് കൊടുക്കുവാണ്, മാൻ ഈസ് സമ്മൺ സ്പെഷ്യൽ എന്ന്. കാരണം ഈ ലോകത്തിലെ മറ്റ് ജീവികളെ പോലെ ഇവിടെ ഒടുങ്ങാനുള്ളവരല്ല നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, സ്വർഗത്തിന് അവകാശികളാണ്, സ്വർഗത്തിൽ നമുക്കൊരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട് എന്നുള്ള ആ ഒരു മെസ്സേജ് സൃഷ്ടിയിൽ തന്നെ ദൈവം കൊടുത്തു. ഇതിൽ അസ്വസ്ഥത പോകേണ്ട പിശാച് നമ്മുടെ സ്വർഗപ്രവേശനം എങ്ങനെയും തടയാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അവൻ അന്ന് മുതലേ പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോൾ അന്തിമ വിധി ദിവസത്തിൽ ദൈവം ഇരിക്കുന്നത് നീതിയുടെ സിംഹാസനത്തിലാണ്. അനീതിയായിട്ട് നടക്കുന്ന ഒരു കാര്യങ്ങളും അവിടെ അപ്രൂവ് ആകത്തില്ല. അപ്പം നീതിപൂർവമായിട്ട് എങ്ങനെയും വന്ന് ദൈവത്തിൻ്റെ മുന്നിൽ ക്ലെയിം ചെയ്താലേ മനുഷ്യൻ്റെ സ്വർഗപ്രവേശനം അവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിശാചിന്. അപ്പം പിശാച് നോക്കിയപ്പം ഒരു മാർഗ്ഗമുള്ളൂ, ഈ മനുഷ്യനും ഈ മൃഗങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. അതായത് മനുഷ്യൻ മറ്റ് സൃഷ്ടികളെ പോലെ തന്നെയുള്ള ഒരു സൃഷ്ടിയാണ് മനുഷ്യനും എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവൻ സ്വർഗത്തിൽ കയറാൻ യോഗ്യതയില്ല, അപ്പം അവൻ്റെ കാര്യം നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ മനുഷ്യനെ ദൈവത്തിൻ്റെ ദൈവാത്മാവിനെ കൊണ്ട് കിട്ടിയ മനുഷ്യനായതുകൊണ്ട് അവന് കുറേയൊക്കെ ദൈവിക ഭാവങ്ങളുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അപ്പൻ്റെ ഗുണങ്ങൾ കുറച്ചൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറേ മനുഷ്യ മൂല്യങ്ങൾ, ധാർമ്മികത, സ്നേഹം, സത്യം, കരുണ, അങ്ങനെ കുറേ മൂല്യങ്ങൾ നമ്മുടെ എത്തിക്സൊക്കെ നമുക്കുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ പരിപാലിക്കപ്പെട്ട് പോകാനും മനുഷ്യനിൽ അതൊക്കെ നീണ്ടു നിന്ന് പോകാൻ വേണ്ടിയിട്ട് ആണ് ദൈവം മനുഷ്യ സൃഷ്ടിയോടൊപ്പം തന്നെ കുടുംബം സൃഷ്ടിച്ചത്. വേറൊരു ജീവിയെ കുടുംബം സൃഷ്ടിച്ചുകൊണ്ടല്ല ദൈവം സൃഷ്ടിച്ചത്. ഒരു ചട്ടിപ്പൂച്ചയും കണ്ടപ്പൂച്ചയും കണ്ടിട്ട് നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസം ഒന്നും പറഞ്ഞിട്ടില്ല. അത് കുടുംബം സൃഷ്ടിച്ച് കൊടുത്തു വിട്ടത് ആ ഒരു ദൈവിക ഭാവം മനുഷ്യൻ തലമുറകളിലൂടെ കൈമാറി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പിശാച് കുടുംബത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അത് നമുക്കിപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഈ മനുഷ്യനും മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസമില്ലാത്ത രീതിയിലുള്ള ഐഡിയോളജികൾ, പിന്നെ ഇന്നത്തെ പല ഐഡിയോളജികളും മനുഷ്യൻ്റെ ധാർമ്മികതയും കുടുംബ ബന്ധത്തെ തകർക്കുന്നതിനുള്ള രീതിയിൽ പോകുന്നതാണ്. നമുക്കറിയാം, ഈ കുടുംബങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മൂല്യങ്ങളും ഇല്ലാതാകും. പിന്നെ ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ല. പിന്നെ സ്നേഹമെല്ലാം സ്വാർത്ഥതയുടെ മൂലം ഉണ്ടാകുന്ന സ്നേഹമാണ്. പിന്നെ
അത് പിന്നെയുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ടുള്ളതാണ് സ്നേഹം, അത്രേ ഉള്ളൂ. പിന്നെ അവനവൻ്റെ കാര്യം കാണാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാം, എല്ലാ തെറ്റുകളും ന്യായീകരിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ മനുഷ്യന് ഓട്ടോമാറ്റിക്കലി ഒരു മൃഗത്തിൻ്റെ തുല്യമായിട്ട് വരും, ആ ദൈവിക ഭാവങ്ങളെല്ലാം പോകും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ലോകാവസാനം ആകുമ്പോഴേക്കും മാനവകുലത്തെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. അപ്പം അവൻ ആദ്യകാലങ്ങളിൽ തന്നെ അത് തുടങ്ങി. അവൻ ആദിമ കുടുംബത്തിൽ അത് വളരെ വിജയകരമായിട്ട് ആദിമ കുടുംബത്തെ വീഴ്ത്തുകയും ചെയ്തു. അപ്പം ഇനി നമുക്ക് ആദിമ കുടുംബത്തെ അവൻ എങ്ങനെയാണ് വീഴ്ത്തുകയെന്ന് നോക്കാം. അപ്പം ആദ്യ കുടുംബത്തെ ദൈവം സൃഷ്ടിച്ചപ്പം തന്നെ കുടുംബത്തിന് ആദ്യമായിട്ട് മർമ്മമായിട്ട് കൊടുത്തിരുന്നത് ഒന്നായിരിക്കുക എന്നുള്ളതാണ്. അതായത് കുടുംബം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉള്ള ആ കൂട്ടായ്മയിൽ അവരൊന്നായിരിക്കുന്നത് പോലെ ഒന്നായിരിക്കാൻ. അപ്പോൾ ഭൂമിയിലെ സ്വർഗമായിട്ട് ഓരോ കുടുംബവും മാറുവാണ്. ആ ഒരു രീതിയിലാണ് ദൈവം ഈ കുടുംബത്തെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം, ആ സർപ്പം വന്ന് ഹവ്വായെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇവരൊന്നായിട്ട് ഇരിപ്പില്ലായിരുന്നു. കാരണം അവിടെ ആദ്യം അവിടെ പോയതായിരുന്നു. അന്നേരം ആദ്യം ഹവ്വായും കൂടെ ഒന്നായിട്ടിരിക്കണ്ട. അവർക്ക് ആദ്യത്തിന് വേറൊന്നും പോകേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ, ഷോപ്പിങ്ങിന് പോകുകയോ ഡ്യൂട്ടിക്ക് പോകുന്നു ഇല്ലായിരുന്നല്ലോ. അപ്പം പിന്നെ എവിടെ പോയതായിരുന്നു. അപ്പം ആദ്യമില്ലായിരുന്നു. അപ്പം അവിടെ പിശാചിന് കയറാനുള്ള ഒന്നാകല് നഷ്ടപ്പെട്ടപ്പോൾ അവിടെ പിശാചിന് കയറാനുള്ള ചാൻസ് കിട്ടി. നമ്മളുടെ ആ ഒന്നാകല് പോയി കഴിയുമ്പോൾ നമുക്ക് പൈശാചിക ശക്തികൾക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് കയറാനുള്ള ഒരു വഴിയാണ് അവിടെ തുറന്നു കിട്ടുന്നത്. അത് കഴിഞ്ഞപ്പം ഒന്നാകല് പോയി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്തത് പോയത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ. അനി ഹവ്വയുടെ അടുത്ത് ആദം വന്ന് പറഞ്ഞപ്പം ഇനി ഒരു വാദത്തിന് ആദം വല്ല വഴമ്പറിക്കാൻ പോയതാണെങ്കിലും ഹവ്വയ്ക്ക് അന്നേരം പറയാമായിരുന്നു, ഇവിടെ ഒരുത്തം വന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ, ഇങ്ങോട്ടൊന്ന് വന്നതെന്ന് പറഞ്ഞ് വിളിക്കാമായിരുന്നു. ആ കമ്മ്യൂണിക്കേഷൻ അവിടെ മിസ്സായി. അപ്പം കമ്മ്യൂണിക്കേഷൻ മിസ്സായി. പിന്നെ അടുത്തത് ഈ കുടുംബത്തെ ഏദൻ തോട്ടത്തിൻ്റെ കാവല് ദൈവം ഏൽപ്പിച്ചിരുന്നത് ആദത്തിനെയാണ്. അത് കുടുംബനാഥൻ്റെ ഉത്തരവാദിത്വമാണ് കുടുംബത്തെ വേലി കെട്ടി സംരക്ഷിക്കുക എന്നുള്ളത്. അത് ആദം അവിടെ ഫെയിലായതുകൊണ്ടാണ് ഈ സർപ്പത്തിന് അകത്ത് കയറാൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ ഇത് എൻ്റെ പറമ്പാടെ ഓടടാന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കാമായിരുന്നു ആദത്തിന്. അതവിടെ ആദം ചെയ്യാതെ അത് നമ്മുടെ കുടുംബങ്ങളെ മറ്റ് ക്ഷുദ്രജീവികളൊന്നും കയറാതെ വേലി കെട്ടി സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കുടുംബനാഥന്മാർക്ക് കർത്താവ് സൃഷ്ടിയിൽ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ കുടുംബം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, ഇതിൻ്റെ എല്ലാം ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മോളിക്യൂൾ പോലെ തന്നെ കുടുംബം ഏറ്റവും പ്രധാനം. അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സമൂഹം മുഴുവൻ തകരും. നമ്മളിപ്പോൾ ലോകത്തിൽ ഒരു സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു അടുക്കും ചിട്ടയും ക്രമവും എല്ലാം വേണം. അപ്പം ഈ രാജ്യങ്ങളും സഭയും സമൂഹവും എല്ലാം പോകുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു ഭരണക്രമമുണ്ട്. ആ ഭരണക്രമത്തിൻ്റെ അതനുസരിച്ച് പോകുമ്പോഴാണ് ആ സിസ്റ്റം എല്ലാം ശരിയായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം കുടുംബത്തിലും നമുക്കൊരു ഭരണ സംവിധാനം വേണം. അപ്പം കുടുംബത്തിൽ ഏത് ഭരണ സംവിധാനമായിരിക്കും നമുക്ക് പറ്റുന്നത്? നമ്മൾ ആദ്യകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് രാജവാഴ്ചയായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഏകാധിപത്യ വ്യവസ്ഥ. ഈ ഏകാധിപത്യ വ്യവസ്ഥ കുടുംബത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. കുടുംബനാഥൻ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു, ഭാര്യയും മക്കളും അനുസരിക്കുന്നു. അല്ലെങ്കിൽ തിരിച്ചു ആകും കേട്ടോ, കുടുംബനാഥൻ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു, ഭർത്താവിനും മക്കൾക്കും വലിയ റോളൊന്നുമില്ല. രണ്ട് വിധത്തിലാകും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുടുംബങ്ങൾ ശരിയായ രീതിയിൽ പോകുമോ? കാരണം അവിടെ ഒരുപക്ഷെ കാര്യങ്ങളൊക്കെ നടന്നു പോകുമായിരിക്കും, പക്ഷേ ഈ കൂടുമ്പോൾ ഇമ്പം എന്നുള്ള സംഭവം അവിടെ ഉണ്ടാവില്ല. കാരണം അതുണ്ടെങ്കിലേ കുടുംബമാകുള്ളൂ. കാരണം അവിടെ ഉള്ളവർക്ക് സന്തോഷം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ഭരണ സംവിധാനം ഏതാണ്? പരക്കെ എല്ലാ കാലഘട്ടങ്ങളിലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഏതാണ്? അത് ഡെമോക്രസിയാണ്, ജനാധിപത്യ വ്യവസ്ഥയാണ്. ഈവൻ ദോ ഇപ്പോഴത്തെ കാലത്ത് ജനാധിപത്യത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് കുറച്ച് മങ്ങലേറ്റിട്ടുണ്ട്. കാരണം ജനാധിപത്യം, അങ്ങനെയാണ് ഇപ്പോൾ റീസെൻ്റ് സർവേകളൊക്കെ പറയുന്നത്. കാരണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെ തെറ്റോ ശരിക്കല്ല പറയുന്നത്, ഭൂരിപക്ഷം എന്ത് പറയുന്നു അതിനാണ് അവിടെ പ്രാധാന്യം വരുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഭൂരിപക്ഷം തെറ്റ് പറയുവാണെങ്കിൽ ചിലപ്പം തെറ്റ് അംഗീകരിക്കേണ്ടതായിട്ട് വരും. അതിന് നമുക്ക് ഈ റീസെൻ്റ്ലി നമുക്ക് നല്ല ഉദാഹരണമുണ്ട്. നമ്മുടെ അസിസ്റ്റഡ് സൂയിസൈഡ് ബില്ല് നമ്മുടെ ഹൗസ് ഓഫ് കോമൺസ് പാസ്സായല്ലോ ഈയിടയ്ക്ക്. കാരണം നമ്മൾ ഈ രാജ്യം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള രാജ്യമാണ്, ക്രിസ്ത്യൻ വാല്യൂസാണ് ഈ രാജ്യത്തിന് ഏറ്റവും മൂല്യമായിട്ടുണ്ടായിരുന്ന കാര്യം. എന്നിട്ട് പോലും അതും നമ്മുടെ ഇവിടുത്തെ എല്ലാ ഡൊമിനൻ്റ് ചർച്ചസും ഇത്രയും രീതിയിൽ ഒപ്പോസ് ചെയ്തിട്ട് പോലും നമുക്കൊന്ന് ഹൗസ് ഓഫ് കോമൺസിൽ അത് പാസ്സായിപ്പോയി. പിന്നെ നമുക്ക് പേഴ്സണലി ഒന്ന് അഭിമാനിക്കാം, നമ്മുടെ MP
ഇതിന് എതിര് നിന്നാലും അവസാനമായപ്പോൾ എനിക്ക് റീസെൻ്റ് ലെറ്റർ ഇമെയിൽ കിട്ടിയത് പിന്നെ പുള്ളി ഓപ്പോസ് ചെയ്തുകൊണ്ട് വോട്ട് ചെയ്തു എന്നാണ് റീസെൻ്റ് മെയിൽ കിട്ടിയത്. എന്നിരുന്നാലും അത് അങ്ങനെ ഒരു ഡ്രോബാക്ക് ജനാധിപത്യത്തിനുണ്ട്. എന്നിരുന്നാലും ഈ ലോകത്തിലെ എല്ലാ കാലത്തും ഏറ്റവും പോപ്പുലർ ആയിരുന്ന ഭരണ സംവിധാനം ജനാധിപത്യം തന്നെയാണ്, അതിന് മാറ്റമില്ല. അപ്പോൾ ഈ ജനാധിപത്യ വ്യവസ്ഥ നമ്മൾ കുടുംബങ്ങളിൽ അപ്ലൈ ചെയ്ത് നോക്കിയാൽ എങ്ങനെയാണ്? കുടുംബത്തിലെ 3 പാർട്ടികൾ ഏതൊക്കെയാണ്? കുടുംബനാഥൻ, കുടുംബനാഥ, മക്കൾ. 3 പാർട്ടിയാണല്ലോ. ഈ 3 പാർട്ടിയും കൂടെ നിന്ന് മത്സരിച്ചാൽ ജയിക്കുന്നത് ഏതാണ്? എണ്ണത്തിൽ കൂടുതലുള്ളത് മക്കളാണ്. അപ്പം മക്കളായിരിക്കും അവിടെ ജയിക്കുന്നതും ഭരണം നടത്തുന്നത്. മക്കൾ ഭരണം നടത്തി കഴിഞ്ഞാൽ കുടുംബം എങ്ങനെ പോകും? പിന്നെ അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം അത് മക്കൾക്ക് കുടുംബം നയിച്ചുകൊണ്ട് പോകാനുള്ള പ്രായം പക്വതയില്ല. ഇങ്ങനെ കാരണം ഈ മക്കൾ ഭരണം നടത്തുമ്പോൾ ഒന്നെങ്കിൽ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പനും അമ്മയും മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണത്. പല കുടുംബങ്ങളും അങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ അത് വർക്കാകത്തില്ല. അപ്പം നമ്മൾ ഫെയിലായി. ഏകാധിപത്യം ഫെയിലായി, ജനാധിപത്യം ഫെയിലായി. ഇനി കുടുംബങ്ങൾക്ക് വേണ്ട ഏത് ഭരണ സംവിധാനമാണ് കുടുംബത്തിന് വേണ്ടത്? നമുക്കൊരു സാധനം നമ്മുടെ കൈ കിട്ടിയിട്ട് അത് ഫങ്ഷൻ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്നത് ചെയ്യുന്നത്? നമ്മൾ മാനുഫാക്ചർ ഗൈഡ് വായിക്കത്തില്ലേ? അപ്പം നമ്മൾ നേരെ നമ്മുടെ മാനുഫാക്ചറെ നോക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ മാനുഫാക്ചർ ആരാ? ദൈവമല്ലേ. അപ്പം ദൈവത്തിലോട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്ന എന്നതാണ്? സ്നേഹം മാത്രമേ കാണുന്നുള്ളൂ. അപ്പം നമുക്ക് കിട്ടി കുടുംബത്തിലുണ്ടാകേണ്ട ഭരണ സംവിധാനം ഏകാധിപത്യമല്ല, ജനാധിപത്യമല്ല, സ്നേഹാധിപത്യമാണ്. അപ്പോൾ സ്നേഹാധിപത്യം കീഴിലോട്ട് വേണം നമ്മുടെ കുടുംബങ്ങളെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇനി എങ്ങനെ സ്നേഹാധിപത്യം എന്ന് പറയുന്നത്? നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളതിൻ്റെ പൂർണ്ണതയിൽ കാണുന്നത് എവിടെയാണ്? അത് കാൽവരിക്കത്തിലെ കുരിശിലാണ് സ്നേഹം പൂർണ്ണതയിൽ നമ്മൾ കാണുന്നത്. അപ്പം ആ കുരിശിൽ നമ്മൾ എന്താ കാണുന്നത്? ത്യാഗം. അപ്പം ക്രിസ്തീയ സ്നേഹം എപ്പോഴും ത്യാഗം ആവശ്യപ്പെടുന്നുണ്ട്. ഒരു നാണയത്തിൻ്റെ ഇരുപുറം പോലെ ത്യാഗം, സ്നേഹം എപ്പോഴും ത്യാഗത്തിലും അതായിട്ട് ഇങ്ങനെ ഇടപെടഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധരുടെയൊക്കെ ജീവചരിത്രം നോക്കുമ്പോൾ എല്ലാം അവർ സഹനങ്ങൾ ചോദിച്ചു വാങ്ങുന്നത് കാണാമല്ലോ. ആ സഹനത്തിൽ അവർ ആനന്ദം കണ്ടെത്തുന്നത്, സ്നേഹം കണ്ടെത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ദൈവിക സ്നേഹത്തിൻ്റെ ആ ഒരു ഭാവം നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് സഹനവും ത്യാഗങ്ങളും ഒക്കെ നമുക്ക് ഭയങ്കര അനുഭൂതി തരുന്ന ഒരു ഭയങ്കര സ്വീറ്റായിട്ട് നമുക്ക് തോന്നും. ആ ഒരു ലെവലിലോട്ട് നമ്മുടെ സ്നേഹം വരുമ്പോഴേക്കും അപ്പം ആ ഒരു സ്നേഹത്തിലേക്ക് അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ അങ്ങനെയുള്ള കുടുംബം ആ ഒരു സ്നേഹാധിപത്യം കീഴിൽ വന്നു കഴിയുമ്പം കുടുംബത്തിലെ കുടുംബനാഥന് ഏറ്റവും പ്രാധാന്യമുള്ളത് സ്വന്തം താല്പര്യങ്ങളായിരിക്കില്ല, ഭാര്യയുടെയും മക്കളുടെയും ക്ഷേമമായിരിക്കും. അതുപോലെ തന്നെ കുടുംബനാഥന്മാർക്കും ഏറ്റവും പ്രാധാന്യം വരുന്നത് സ്വന്തം താല്പര്യങ്ങളല്ല, ഭർത്താവിൻ്റെയും മക്കളുടെയും ക്ഷേമമായിട്ട് വരും. മക്കൾക്ക് ഏറ്റവും താല്പര്യം വരുന്നത് സ്വന്തം കാര്യങ്ങളല്ല, തങ്ങൾക്ക് ജന്മം നൽകി കഷ്ടപ്പെട്ട് വളർത്തുന്ന അപ്പൻ്റെയും അമ്മയുടെയും മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയായിരിക്കും ആ കുഞ്ഞുങ്ങളുടെ സന്തോഷം. ആ ഒരു അവസ്ഥയിലേക്ക് കുടുംബം മാറും. സ്നേഹാധിപത്യം, കർത്താവിൻ്റെ സ്നേഹാധിപത്യം കീഴിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ വരുമ്പോൾ ഇത് പറയാനും കേൾക്കാനും ഒക്കെ എളുപ്പമാണ്, പക്ഷേ ഇത് പ്രാവർത്തികമാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് പവർ വേണം, അതിനൊരു ശക്തി നമുക്ക് കിട്ടണം. അതിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് കിട്ടുന്നത് നമ്മുടെ കൂദാശകളിൽ നിന്നാണ്. എല്ലാ കൂദാശകളും നമുക്കൊരു പവർ തരുന്നുണ്ട്. നമുക്ക് മാമോദീസായിൽ നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളും ഒക്കെ ആയിട്ട് മാറുന്നു. കുമ്പസാരത്തിൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു. കുർബാനയിൽ അപ്പവും പിന്നെ ഈശോയുടെ തിരുശരീര രക്തങ്ങളായി മാറി നമുക്ക് ആത്മീയ ഭോജനമായി വരുന്നു. അപ്പോൾ എല്ലാ കൂദാശയ്ക്കും പവർ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വിഭാഗത്തിൽ നമ്മളും ഒരു കൂദാശയല്ലേ സ്വീകരിച്ചത്, അതിന് പവറില്ലേ? അപ്പം നമുക്ക് പക്ഷേ അതൊന്നും ഫീൽ ചെയ്തില്ല. നമ്മൾ നോക്കുമ്പം കൂദാശ സ്വീകരിച്ച നമ്മളും കൂദാശ അല്ലാതെ കല്യാണം കഴിച്ച മറ്റുള്ളവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരുപക്ഷെ അവരായിരിക്കും നമ്മളെക്കാളും കുറച്ചുകൂടെ മാനമര്യാദയായിട്ട് ജീവിക്കുന്നത്. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അപ്പം അതിൻ്റെ കാരണം ഒരുപക്ഷെ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കൂദാശ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം ഈ കൂദാശകൾ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ കൂദാശ വസ്തുക്കളുടെ ശരിയായ രീതിയിലുള്ള തിരുസഭയുടെ വിധിച്ചിരിക്കുന്ന വിധിപ്രകാരമുള്ള അനുഷ്ഠാനങ്ങളുടെ പരികർമ്മത്തിലൂടെയാണ് ആ കൂദാശയാകുന്നതും അത് നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഈ കൂദാശ വസ്തുക്കൾ ഏതാണെന്ന് നോക്കാം. മാമോദീസയുടെ കൂദാശ വസ്തു ഏതാ? ജലം. അപ്പം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജലത്താൽ സ്നാനം ചെയ്യുമ്പോഴാണ് മാമോദീസ ആകുന്നത്. നമ്മളിപ്പോൾ ഒരു ട്രെൻഡിന് പോയി ഒരു പാല് മുക്കിയാലൊന്നും മാമോദീസ ആകുകയില്ല. അപ്പം പിന്നെ നമ്മുടെ കുർബാനയുടെ കൂദാശ വസ്തുക്കൾ അപ്പവും പിഞ്ഞും.
അപ്പം അത് അപ്പവും വീഞ്ഞും ആയിരിക്കണം. അപ്പം നമ്മളിപ്പം ചിന്തിക്കുകയാണ്, ഈ പ്രാദേശിക സഭകൾ താന്താങ്ങളുടെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും അനുസരിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങളെ രണ്ടാം വത്തിക്കാൻ സുനകദോസ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അപ്പവും ഇനി ഇന്ത്യൻ സംസ്കാരത്തിന് ചേരുന്നതല്ല. അതുകൊണ്ട് നമുക്കെന്നാൽ ചപ്പാത്തിയും കട്ടക്കാപ്പിയും ആക്കിയേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? കൂതാശയാകത്തില്ല. കാരണം അപ്പവും വീഞ്ഞും തിരുസഭയുടെ ശുശ്രൂഷാ പൗരോഹിത്യത്തിൻ്റെ പട്ടം കിട്ടിയ വൈദികൻ സഭയുടെ വിധിപ്രകാരമുള്ള കുർബാന ചൊല്ലി ആ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യം മാർപ്പാപ്പ അംഗീകരിച്ച രീതിയിൽ ചെയ്യുമ്പോൾ മാത്രമേ ആ കുർബാനയാകുന്നുള്ളൂ. അപ്പോൾ ഇപ്പം ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂതാശ ഇനി എല്ലാ കൂതാശയിലോട്ടും പോകണ്ട, നമ്മുടെ കൂതാശയിലോട്ട് തന്നെ വരാം. പിന്നെ നമ്മുടെ വിവാഹം എന്ന കൂതാശയുടെ കൂതാശ വസ്തുക്കൾ എന്തോ? സ്ത്രീയും പുരുഷനും എന്താ പറഞ്ഞു? സ്ത്രീയും പുരുഷനും ആണ്. അതായത് അതുകൊണ്ടാണ് പറയുന്നത് ഈ പിന്നെ ഗേ മാരേജും ലെസ്ബിയൻ മാരേജും ഏത് ബിഷപ്പ് വന്ന് ആശീർവദിച്ചാലും അതൊന്നും കൂതാശയാവുകയല്ല. കാരണം കൂതാശയ്ക്ക് സ്ത്രീയും പുരുഷനും പരസ്പരം സമർപ്പണം ചെയ്തുകൊണ്ട് പിന്നെ കർത്താവിൻ്റെ മുമ്പിൽ കുടുംബം സ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്വം വെച്ചുകൊണ്ട് അർപ്പണ മനോഭാവത്തോടു കൂടി വാഗ്ദാനം ചെയ്ത് കർത്താവ് ആശീർവദിച്ച് വിടുമ്പോഴാണ് കൂതാശയാകുന്നത്. പിന്നെ ഈ കൂതാശ അവിടെ അവസാനിക്കുന്നുണ്ടോ? നമ്മൾ പള്ളിയിൽ കെട്ടും കഴിഞ്ഞ് ഹോളിൽ പോയി പുട്ടടിച്ച് കഴിയുമ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞു എന്ന് പറയും. പക്ഷെ കല്യാണം അവിടെ കൊണ്ട് കഴിയുകയല്ല, തുടങ്ങുന്നേ ഉള്ളൂ. നമ്മളിൽ ഒരാളുടെ മരണത്തിലാണ് അത് അവസാനിക്കത്തുള്ളൂ. അപ്പം ഈ വിവാഹം എന്ന കൂതാശ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് അപ്പോൾ ആ കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് അത് പോകുമ്പോൾ നമുക്കെപ്പോഴും ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം, നമ്മളിപ്പോഴും കൂതാശയിലായിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ ഒരു വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കണം. അപ്പം അതാണ് ഒരു കാര്യം പ്രധാനപ്പെട്ടത്. പിന്നെ ഈ ഒന്നായിരിക്കുക എന്നുള്ള പോയിന്റാണ് പ്രധാനപ്പെട്ടത്. ഈ കൂതാശ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഹൃദയം കൊണ്ട് ഒന്നായിട്ട് നമ്മൾ ഒരു കാര്യം അപേക്ഷിച്ചാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയുടെയൊക്കെ സ്റ്റൈല് മാറ്റണം. നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നായിട്ട് ഹൃദയം കൊണ്ട് ഒന്നായിട്ടിരുന്നിട്ട് ഞങ്ങൾ സ്വീകരിച്ച വിവാഹം എന്ന കൂതാശയുടെ യോഗ്യതയാൽ ഞങ്ങൾ കർത്താവെ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ചോദിക്കുന്ന പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു ലെവല് മാറുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പേഴ്സണൽ പ്രയർ ചെല്ലുമ്പം അതിൻ്റെതായ ഫലമുണ്ട്. പക്ഷേ ഇങ്ങനെ ചെല്ലുമ്പോൾ തന്നെ അവിടെ കൂതാശ ആക്ടിവേറ്റ് ചെയ്യുവാണ്. ആ കൂതാശ എളുപ്പം കത്താൻ തുടങ്ങും. അങ്ങനത്തെ ഒരു മോഡിലേക്ക് നമ്മുടെ മനോഭാവം മാറ്റിയിട്ട് നമുക്ക് എപ്പോഴും ആ ഒരു ബോധ്യം വേണം, ഞാൻ സ്വീകരിച്ചത് ഒരു കൂതാശയാണെന്നുള്ള ആ ഒരു ബോധ്യത്തിൽ പോകുമ്പോഴേക്കും ആ ഒരു മോഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ പിന്നെ നമുക്ക് കൂതാശയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയൊരു പവറാണ് അനുഗ്രഹിക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് ഈ മക്കളെ അനുഗ്രഹിക്കാൻ ഒരു പവർ കിട്ടിയിട്ടുണ്ട്. അപ്പനും അമ്മയും കൂടെ ഒരേ മനസ്സോടുകൂടി മക്കളെ ഈ കൂതാശയുടെ പവർ ഉപയോഗിച്ച് അനുഗ്രഹിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ മക്കൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. ഇപ്പം അനുഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്. പണ്ട് നമ്മുടെ ആന്റണിയച്ചൻ പറഞ്ഞ ഒരു കാര്യം, സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ പുരോഹിതരുടെ ആശീർവാദം എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന കിടപ്പുണ്ട്, അനുഗ്രഹ പ്രാർത്ഥന കിടപ്പുണ്ട്. അത് വെച്ച് നമ്മളെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ല ഫലമുള്ള ഒരു പ്രാർത്ഥനയാണ് കിടക്കുന്നത്. അത് വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ലൊരു അനുഗ്രഹ പ്രാർത്ഥനയാണ്. അപ്പോൾ അന്നച്ഛൻ പറഞ്ഞായിരുന്നു കുടുംബാംഗങ്ങൾക്ക് നിങ്ങൾ മക്കളെ അനുഗ്രഹിക്കണം. കാരണം ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേക പവർ നമ്മുടെ കൂതാശയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എക്സസൈസ് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ. അപ്പം അത് അങ്ങനെ ആ ഒരു ഇപ്പം ഇനി നമുക്ക് തോന്നും ഇപ്പം ഇത് ഒന്നാകണമെന്നും മനസ്സിലായി, ഇങ്ങനെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലേ പവർ ഉള്ളൂ എന്നൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പം നമുക്ക് തോന്നും ഇതിപ്പം ഞാൻ തന്നെ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, രണ്ടുപേരും കൂടെ വിചാരിക്കണ്ടേ. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കണ്ടേ. അപ്പോൾ ഇനി എന്തെങ്കിലും നമുക്ക് ഹെൽപ്പ് ലൈൻ ഉണ്ടോ, പിടിവള്ളി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ട്. അതാണ് നമുക്ക് തിരുക്കുടുംബം. ഈ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് റെഡി ആയിട്ടിരിക്കുവാണ്. കാരണം കർത്താവിന് അറിയാം
ഈ പിശാച് കുടുംബങ്ങളെ വല്ലാത്ത രീതിയിൽ ഇന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തിരുക്കുടുംബം വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ഇടയിൽ വസിക്കുന്ന ഒരു കാലമാണ്. കൊണ്ടുപോയ എല്ലാ കുടുംബങ്ങളെ എൻ്റെ അടുത്തോട്ടെന്ന് പറഞ്ഞ പോലെയാണ് തിരുക്കുടുംബം നിൽക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളെല്ലാം തിരുക്കുടുംബത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക, തിരുക്കുടുംബത്തെ കെട്ടിപ്പിടിച്ചോളുക. നമ്മുടെ കുടുംബങ്ങൾക്ക് ഒന്നും വരികയല്ലാത്ത രീതിയിൽ പിന്നെ ഉള്ളൊരു സംരക്ഷണമാണ് തിരുക്കുടുംബത്തിൽ നിന്ന് കിട്ടുന്നത്. തിരുക്കുടുംബം എന്ന് പറയുമ്പോഴത്തേനും പെട്ടെന്ന് ഓർമ്മ വരുന്ന ആൾക്കാർക്ക് തിരുക്കുടുംബത്തെക്കുറിച്ചുള്ള ധാരണകളാണ്. ഞാൻ പണ്ടൊരു നാട്ടിൽ പോയപ്പോൾ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരു ചേട്ടനെ കണ്ടു. അപ്പോൾ അവിടെ ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ വീട് എവിടാ നാട് എവിടാന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അന്നത്തെ കാലത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഈ ചേട്ടൻ്റെ ഒരു പുള്ളിക്കാരി ചേട്ടൻ്റെ നാട്ടുകാരി. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ചേട്ടൻ്റെ ആ നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു, അതാ മേരിയുടെ മകളല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ചേട്ടാ എനിക്ക് അമ്മയുടെ പേര് അറിയത്തില്ല, അപ്പൻ്റെ പേരാണ് നമുക്ക് പിള്ളേരുടെ സർനെയിം വെച്ച് നമുക്ക് പറയാൻ പറ്റുമല്ലോ, അപ്പോൾ അമ്മയുടെ പേര് എനിക്ക് അറിയത്തില്ല ചേട്ടാ. അന്നേരം ചേട്ടൻ പറയും അങ്ങനെ ഒരു എലിസബിതാവാണ്. അന്നേരം ഞാനത് എനിക്ക് പിടികിട്ടില്ല എന്താ ഈ പുള്ളി ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ചോദിച്ചു അല്ല ജോസഫ് നല്ല സർനെയിം ആദ്യം വേദണ്ടാണ് ഇപ്പം എൻ്റെ ഈ പറയുന്നത്. അപ്പോൾ അന്നേരത്തിന് ചേട്ടൻ എനിക്ക് മനസ്സിലായി, എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല. അപ്പം ചേട്ടൻ തിരിച്ചെന്നോട് ചോദിക്കുക, തിരുക്കുടുംബത്തിൽ ആർക്കാ സ്ഥാനം, മാതാവിനാണോ യോസേപ്പിതാവിനാണോ സ്ഥാനം? അപ്പം ഞാൻ ചിന്തിച്ച് നോക്കിയപ്പം ശരിയാ, മാതാവിനാണ് സ്ഥാനം. മാതാവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ വിശുദ്ധന്മാരും ബാക്കി മാലാഖമാരും എല്ലാവരും മാതാവിൻ്റെ സ്ഥാനം. ചേട്ടൻ പറഞ്ഞു വന്നത് ആ വീട്ടിലെ അമ്മയാണ്, പുള്ളിക്കാരിയുടെ അമ്മയാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പം ചേട്ടൻ പറഞ്ഞു വന്നു. ഇപ്പം തിരുക്കുടുംബം എന്ന് പറയുമ്പോഴത്തേന് ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. പക്ഷേ ശരിയാണ്, പ്രോട്ടോക്കോൾ സ്വർഗത്തിലെ പ്രോട്ടോക്കോൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മാതാവിന് തന്നെയാണ് സ്ഥാനം. മാതാവ് കഴിഞ്ഞ് ഈശോ കഴിഞ്ഞ അടുത്ത ആൾ മാതാവാണ്. മാതാവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും വരത്തുള്ളൂ. ബാക്കി വിശുദ്ധന്മാരും യോസേപ്പിതാവും വിശുദ്ധന്മാരും മാലാഖമാരും ഒക്കെ മാതാവ് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. അതൊക്കെ ശരിയാണ്. പക്ഷെ കുടുംബത്തിൽ വരുമ്പോഴത്തേനും കുടുംബത്തിൽ ഓരോരുത്തർക്കും ഓരോ റോളാണ് കൊടുത്തിരിക്കുന്നത്. അത് കുടുംബനാഥൻ്റെ റോളിൽ യോസേപ്പിതാവും കുടുംബനാഥയുടെ റോളിൽ മാതാവും ആ മക്കളുടെ റോളിൽ ഈശോയിൽ നിന്നാണ് തിരുക്കുടുംബം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മൾ അതിന് നമുക്ക് സുവിശേഷത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിന് നല്ല ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. ഹെറോദോസ് ഈശോയെ അറ്റാക്ക് ചെയ്യുമെന്ന് പേടിച്ച സമയത്ത് ഈശോയെ എടുത്തുകൊണ്ട് നേരെ ഈജിപ്തിലോട്ട് വിട്ടോളാൻ സ്വർഗത്തിൽ നിന്ന് മെസ്സേജ് കിട്ടിയില്ലേ? ആ മെസ്സേജ് കിട്ടിയത് ആർക്കാ? യോസേപ്പിതാവിനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈജിപ്തിൽ നേരെ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വന്ന് നസറത്തിലോട്ട് വന്നോളാൻ പറഞ്ഞ മെസ്സേജ് കിട്ടിയത് അത് യോസേപ്പിതാവിനാണ്. അതിന് മാതാവല്ലായിരുന്നോ പിന്നെ കൂടുതൽ സ്ഥാനമുള്ളത്? എന്നാൽ പിന്നെ സ്വർഗത്തിൽ നേരെ മാതാവിനെ അറിയിച്ചാൽ പോരായിരുന്നോ? അതല്ല, മാതാവിനെ അല്ല അറിയിച്ചത്. കാരണം സംരക്ഷണ ചുമതല കൊടുത്തിരിക്കുന്നത് കുടുംബനാഥനാണ്. അതുകൊണ്ടാണ് യോസേപ്പിതാവിനാണ് മെസ്സേജ് കിട്ടിയത്. അപ്പോൾ മാതാവ് എന്നാലും അവിടെ ഓറോളി ചെയ്യാനൊന്നും മാതാവ് പോയില്ല. മാതാവിന് വേണേൽ പറയായിരുന്നല്ലോ, നിങ്ങളുടെ പേരല്ലേ യോസേപ്പ് എന്നാണ്, പഴയ നിയമത്തിലൊരു യോസേപ്പ് ഉണ്ടായിരുന്നു സ്വപ്നം കാണുന്ന ആൾ, അതുപോലെ നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യും, എനിക്കും വല്ല മെസ്സേജും വരുന്നുണ്ടോ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് മാതാവ് ഇരുന്നൊന്നും ഇല്ലല്ലോ. അങ്ങനത്തെ ആറ്റിറ്റ്യൂഡൊന്നും മാതാവ് കാണിച്ചില്ല. മാതാവിനറിയാം ആ റോള് യോസേപ്പിതാവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കുടുംബനാഥൻ്റെ റോളാണ് സംരക്ഷണം. അതനുസരിച്ച് പോകുന്നു. അപ്പം ആ കുടുംബം എന്നുള്ളിടത്ത് ഈ യോസേപ്പിതാവിന് റോളുണ്ട്. അതുപോലെ തന്നെ യോസേപ്പിതാവ് മാതാവിനെ ബഹുമാനത്തോടും മാതാവിൻ്റെ റോള് ഭംഗിയായിട്ട് നിർവഹിക്കാൻ മാതാവിനെ യോസേപ്പിതാവ് എന്തേരം സഹായിച്ചു എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് കാണാമല്ലോ അവരുടെ ജീവിതത്തിൽ. അങ്ങനെ കാണാവുന്നതാണ്. പിന്നെ അടുത്തത് നമ്മൾ കാണുന്നത് ഏറ്റവും വലിയ മനോഹരമായിട്ട് ബൈബിളിൽ കാണുന്ന ഉദാഹരണം എന്ന് വെച്ചാൽ ഈശോയാണ്. 12-ാം വയസ്സിൽ ഈശോയെ കാണാതെ പോയി കഴിഞ്ഞപ്പം മാതാവ് യോസേപ്പിതാവും കൂടെ അന്വേഷിച്ച് ചെന്ന് അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പം മാതാവ് യോസേപ്പിതാവ് ഒന്ന് ചിന്തിച്ചോ, ഈശോ ദൈവമല്ലേ, ദൈവത്തിന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം ഈശോ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കട്ടെ. നമുക്ക് ആ ഈശോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോളിൻ്റെ ഒരു സൈഡിൽ പോയി നിൽക്കാം. എന്നിട്ട് ഈശോ പ്രസംഗം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളോട് ഇന്ന് പോകാമെന്ന് പറഞ്ഞാൽ ഇന്ന് പോകാം, അല്ലെങ്കിൽ ഇനി നാളെ പോകാനാണ് പറയുന്നതെങ്കിൽ നാളെ പോകാം. നമുക്ക് എന്നാണെങ്കിലും ഇവിടെ സൈഡിൽ നിന്ന് വെയിറ്റ് ചെയ്യാം. ഈശോ തീരുമാനിക്കട്ടെ, തീരുമാനിച്ചിട്ട് പറയട്ടെ എന്ന് പറഞ്ഞാൽ അവർ സൈഡിൽ ഒതുങ്ങി നിൽക്കുകയല്ല ചെയ്തത്. നേരെ ചെന്ന് മാതാവ് ചോദിച്ചതന്നെ, നീ എന്നാ പണിയുടെ ചെറുക്കാൻ കാണിച്ചത്? ഞാനും നിൻ്റെ അപ്പനെ കൂടെ തന്നെ എത്ര നേരം തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു എന്നല്ല ചോദിച്ചത്. അപ്പം അത് എൻ്റെ മാതാവിന് ഈശോ ദൈവമാണെന്ന് അറിയാൻ മേലാഞ്ഞിട്ടായിരുന്നോ? പിന്നെ വചനം പറയുന്ന അടുത്ത സെൻറ്റൻസ് അടുത്ത വചനം പറയുന്നുണ്ട്, അവൻ അവർക്ക് വിധേയനായി ജീവിച്ചു എന്ന്. അപ്പം അത് നമ്മൾ കാണുന്നുണ്ട്. സൃഷ്ടാവായ ദൈവം, മാതാവ് യോസേപ്പിതാവ് ആരാണ്? സൃഷ്ടികളായ മനുഷ്യർക്ക് വിധേയനായി ജീവിച്ചു. കാരണം കുടുംബത്തിൽ ഈശോ മകനാണ്. അപ്പം
ഈ സ്വർഗം തന്നെ, ദൈവം തന്നെ ഒരു കുടുംബത്തിൻ്റെ സിസ്റ്റം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് കൂടുതൽ സ്വർഗം എങ്ങനെയാണ് നമ്മളെ കാണിച്ചു തരേണ്ടത്. ഓരോരുത്തർക്കും ഓരോ റോളുണ്ട് കുടുംബത്തിൽ. അവരുടെ ആ റോൾ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ആ റോള് എടുക്കുമ്പോൾ വേറൊരാളെ ഓവർടേക്ക് ചെയ്യാതെ പരസ്പരം സഹായിച്ച് നമ്മൾ സ്നേഹാധിപത്യത്തിന് കീഴിൽ വന്നുകൊണ്ട് അത് പോകാനുള്ള ഒരു വലിയ വിളിയാണ് തിരുക്കുടുംബം തരുന്നത്. പിന്നെ നമ്മുടെ കുടുംബജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും തിരുക്കുടുംബത്തിന് ആൻസറുണ്ട്. തിരുക്കുടുംബത്തിൽ നമ്മളിപ്പം ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന മക്കളോടാണ് തിരുക്കുടുംബം പറയും, ഞങ്ങളും അതിലൂടെയാണ് പോയത്. കാരണം മാതാവിനെ ഉപേക്ഷിക്കാനുള്ള പറഞ്ഞാണല്ലോ ആദ്യം യേശുപിതാവ് പറഞ്ഞത്. അപ്പം ആ സ്റ്റേജിലുള്ളവരോടും പറയുന്നത്, മക്കളെ ഞങ്ങളും അതിലൂടെ കടന്നു പോയി, അതും നമുക്ക് തിരുക്കുടുംബത്തിന് കൊടുക്കാം. പിന്നെ ദാരിദ്ര്യത്തിൻ്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും ഒന്നും പറയണ്ട. കാലിത്തൊഴുത്ത് മുതൽ നേരിടുന്ന ദാരിദ്ര്യം, പിന്നെ നമ്മുടെ പ്രവാസ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിനും തിരുക്കുടുംബത്തിന് ഉത്തരവുണ്ട്. തിരുക്കുടുംബവും പ്രവാസത്തിൽ കൂടെ കടന്നുപോയി. അങ്ങനെ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും തിരുക്കുടുംബത്തിന് ഉത്തരവുണ്ട്. തിരുക്കുടുംബം അതിലെല്ലാം നമുക്ക് ഒരു ആൻസർ തന്നുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഒരെണ്ണമാണ് ഈശോയെ 12-ാം വയസ്സിൽ കാണാതെ പോയത്. അത് ഫിസിക്കൽ മിസ്സിങ് മാത്രമല്ല, നമുക്ക് നമ്മുടെ മക്കളെ ഫിസിക്കലി മാത്രമല്ല, നമുക്ക് അവരെ ആത്മീയതയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലും നമ്മൾ ആ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവലിൽ മക്കൾ വരാതിരിക്കുമ്പോഴും അതും ഒരു തരത്തിലുള്ള മിസ്സിങ് ആണ്. അതും തിരുക്കുടുംബത്തിന് ആൻസറുണ്ട്. എല്ലാ തരത്തിലും തിരുക്കുടുംബത്തിന് ആൻസറുണ്ട്. അപ്പോൾ തിരുക്കുടുംബത്തിലോട്ട് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുകയല്ലാത്ത മേഖലകൾ ഏതൊക്കെയാണോ അതെല്ലാം തിരുക്കുടുംബത്തിന് നിരുപാധികം സമർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനസ്സിലാകും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. പിന്നെ അത് ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒന്നായിട്ടുള്ള അവസ്ഥയിൽ തിരുക്കുടുംബത്തിലോട്ട് നമ്മൾ സമർപ്പിച്ചിട്ട്, പിന്നെ നമ്മൾ കുടുംബനാഥൻ്റെ കാര്യം കൊണ്ടാണ് നമ്മൾ വിഷമിക്കുന്നതെങ്കിൽ കുടുംബനാഥൻ്റെ സ്ഥാനത്ത് യേശുപിതാവിൻ്റെ സ്ഥാനത്താണ് നമ്മുടെ കുടുംബനാഥന്മാർ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബനാഥന്മാരെ യേശുപിതാവിന് സമർപ്പിച്ച് യേശുപിതാവിൻ്റെ ഒരു നൊവേന ഒരു 9 ദിവസമോ ഒക്കെ ആയിട്ട് ചെല്ലി ആ കാര്യം പറഞ്ഞ്, അപ്പം ബാക്കി കുടുംബാംഗങ്ങൾ ഈ കാര്യം പറഞ്ഞ് യേശുപിതാവിനെ സമർപ്പിച്ച് യേശുപിതാവിൻ്റെ നൊവേന ചെല്ലി തിരുക്കുടുംബത്തിലേക്ക് ഈ നമ്മുടെ കുടുംബനാഥനെ കൊടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വേറൊരു ലെവലിലോട്ട് പോവുക ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കുടുംബനാഥയുടെ കാര്യത്തിലാണ് നമുക്ക് ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥാനത്താണ് നമ്മുടെ ഓരോ കുടുംബനാഥയും കുടുംബത്തിൽ നിൽക്കുന്നത്. അപ്പം പരിശുദ്ധ അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുക. നമ്മുടെ കുടുംബനാഥയെ കൊടുത്തിട്ട് ഈ അവസ്ഥയിൽ പരിശുദ്ധ അമ്മ തിരുക്കുടുംബം എങ്ങനെയാണ് നയിച്ചത്, ഗൈഡ് ചെയ്തത്, അതുപോലെ നയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കുടുംബനാഥയെ ഒരുക്കണമെന്നുള്ള രീതിയിൽ ആ ഭർത്താവും മക്കളും കൂടെ മാതാവിൻ്റെ നൊവേനകളും പ്രാർത്ഥനകളും നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. അതിനകത്ത് നമുക്ക് സന്ദർഭം അനുസരിച്ചുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് അത് നമുക്ക് ആത്മാവ് പരിശുദ്ധമാവ് നമ്മളെ പ്രേരിപ്പിക്കുന്ന അത്രയും ദിവസം ചെല്ലി ഈ തിരുക്കുടുംബത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിന്മേലും പെട്ടെന്ന് ഉത്തരം കിട്ടും. അതുപോലെ തന്നെ ഇനി കുട്ടികളുടെ കാര്യത്തിലാണ് നമുക്കൊരു വിഷയമെങ്കിൽ, കുട്ടികളുടെ ഉണ്ണീശോയ്ക്ക് പിള്ളേരെ കൊടുക്കണം. ഉണ്ണീശോയ്ക്ക് പിള്ളേരെ കൊടുത്തിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തിരുക്കുടുംബത്തിലെ ഉണ്ണീശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ നമ്മുടെ പിള്ളേരാകാൻ വേണ്ടിയിട്ട്, അതിപ്പോൾ 1 വയസ്സുള്ള കൊച്ചിനാണെങ്കിൽ 1-ാം വയസ്സിലെ ഉണ്ണീശോയ്ക്ക് കൊടുക്കുക കൊച്ചിനെ. 10 വയസ്സുള്ള കൊച്ചാണ് 10-ാം വയസ്സിലെ ഉണ്ണീശോയെ. ആ 10-ാം വയസ്സിലെ ഉണ്ണീശോയ്ക്ക് അറിയാം നമ്മുടെ ഈ 10 വയസ്സുള്ള കൊച്ചിൻ്റെ പ്രശ്നം. അതുപോലെ 18 വയസ്സിലെ ഉണ്ണീശോയ്ക്ക് അറിയാം 18 വയസ്സുള്ള നമ്മുടെ കൊച്ചിൻ്റെ പ്രശ്നം. അപ്പോൾ ആ ഈശോയ്ക്ക് നമ്മൾ കൊടുത്ത് നമ്മൾ ഈ ഉണ്ണീശോയുടെ നൊവേന ചൊല്ലി ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ പറ്റുന്നതാണ്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേക്കും നമുക്ക് അത് ശരിക്കും ഫീൽ ചെയ്യും. കാരണം തിരുക്കുടുംബം ഇന്നത്തെ കാലത്ത് അത്രയ്ക്ക് ആക്റ്റീവായിട്ട് നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. കാരണം ഇന്ന് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് കുടുംബങ്ങൾ പോകുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ ലോകം വേറെ രീതിയിലേക്ക് പോകുന്നത് നോക്കുമ്പം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഈ പിശാച് ഡ്രൈവ് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. നമ്മൾ നോക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭർത്താവിൻ്റെ പ്രശ്നം കൊണ്ടാണ്, ഭാര്യയുടെ പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രശ്നം കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം നമുക്ക് തോന്നും. പക്ഷേ ഇതൊന്നുമല്ല, കളിക്കുന്നത് നേരെ പിശാചാണ്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ വ്യക്തികളോടല്ല, ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രാർത്ഥിച്ച് ഇങ്ങനെ സമർപ്പിച്ച് കൊടുക്കുമ്പോഴേക്കും അത് ഈ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേറൊരു ലെവലിലോട്ട് പോവുക, അതിന് വേറൊരു വലിയൊരു അർത്ഥത്തിലേക്ക് അത് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഈ വാത്സല്യ മാതാവ്. ലോകത്തിൽ
നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബോണസാണ്, നമുക്ക് ലോക്കലി കിട്ടിയിരിക്കുന്ന ഒരു ബോണസാണ്. കാരണം ലോകത്തിൽ പലയിടത്തും മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും വാത്സല്യത്ത് ഉള്ളതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം അവിടെ നസറത്തിലെ തിരുക്കുടുംബത്തിൻ്റെ പ്ലാൻ വരച്ചോണ്ടാണ് മാതാവ് അവിടെ വന്നത്. പ്ലാൻ കൊടുത്ത് നസറത്തിലെ കുടുംബം അവിടെ ഉണ്ടാക്കി. ഇപ്പോൾ അത് നശിച്ചു പോയി. ഇപ്പോൾ അവിടെ ഒരു ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. എങ്കിലും കുറേ നാൾ ആ നസറത്തിലെ തിരുക്കുടുംബം ഇരുന്ന ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ കുടുംബത്തിന് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതാരും വിശ്വാസസത്യമായിട്ട് പ്രഖ്യാപിച്ചൊന്നുമില്ല കേട്ടോ, എനിക്ക് തോന്നിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെയൊന്നും അല്ലത്. അപ്പോൾ അങ്ങനെ 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 നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നമ്മൾ കണക്റ്റഡ് ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ദൈവം നമ്മളെ നയിക്കും. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് തരണം ചെയ്യേണ്ടത്, ഓരോ പ്രശ്നങ്ങളും വരുമ്പോൾ അതെങ്ങനെയാണ് തരണം ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് തോന്നും. അതായത് നമ്മുടെ മനസാക്ഷി, നമ്മുടെ തെറ്റ് ശരിയും നമ്മൾ തിരിച്ചറിയുന്ന ആ ബോധമണ്ഡലം അത് മാറിപ്പോകാൻ വേണ്ടിയിട്ട് ഒരിക്കലും ദൈവം അനുവദിക്കുകയില്ല. നമ്മൾ ഈ കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയും ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ കൂതാശകളെ നമ്മളെ കത്തിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കണം. കൂതാശകൾ ഇനി വേറൊരു മാനത്തിലായിരിക്കണം കൂതാശകളെ സ്വീകരിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളെ കത്തിക്കുകയും, അപ്പോൾ നമുക്ക് ലോകത്തിലെല്ലാവരും തെറ്റാണെന്ന് പറയുന്ന കാര്യമാണെങ്കിലും ചിലപ്പോൾ ആത്മാവ് നമ്മളെ അത് ശരിയാണെങ്കിൽ അത് ശരിയാണെന്ന് പറയാനും അതിൽ ഉറച്ചു നിൽക്കാനും അതിനുവേണ്ടി വാദിക്കാനുമുള്ള ഒരു തൻ്റെ ഇടം നമുക്ക് പരിശുദ്ധാത്മാവ് തരും. ബാക്കി ലോകം മുഴുവൻ നമുക്കെതിരായിട്ട് നിന്നാലും നമുക്ക് നേരെ നിൽക്കാൻ ഒരാൾ ഉണ്ട്, നമ്മുടെ ദൈവം ഉണ്ടെന്നുള്ളത് ഉള്ള ആ ഒരു ബോധ്യം കിട്ടിക്കഴിയുമ്പോഴേക്കും അപ്പോൾ കുടുംബത്തിലെ ഓരോരുത്തരുടെ സ്ഥാനങ്ങൾ ഒക്കെ മനസ്സിലായി. അതാണ് ഈ നമ്മുടെ പഴയ കാർന്നവന്മാരുടെ ഒക്കെ ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അവരൊന്നും അധികം ധ്യാനങ്ങളൊന്നും കൂടിയിട്ടില്ലായിരുന്നു. ഒരു 4-5 തലമുറ മുമ്പിലുള്ളവരൊക്കെ അവരൊന്നും ഈ നമ്മളെപ്പോലെ ഒത്തിരി ധ്യാനങ്ങൾ കൂടുകയോ ഇതുപോലെ പ്രാർത്ഥനകൾ ഒന്നുമില്ലായിരുന്നു. പക്ഷേ അവർക്കൊക്കെ തെറ്റേതാ ശരി ഏതാണെന്ന് തീരുമാനിക്കാൻ അവർക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ടിയിരുന്നില്ല. പക്ഷെ നമുക്കിപ്പോൾ പലതിനും കൺഫ്യൂഷനാണ്. അങ്ങനെ ചെയ്യുന്നതാണോ ശരി, ഇങ്ങനെ ചെയ്തതാണോ ശരി, നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. പക്ഷെ അന്ന് അവർക്കൊന്നും കൺഫ്യൂഷനില്ല. കാരണം അവർക്കൊക്കെ ആ പരിശുദ്ധാത്മാവ്, അവർ കണക്റ്റഡ് ആയിരുന്നു, അവർ കൂതാശയിലായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് ആ കണക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് അത് അനുസരിച്ച് പോയിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പണ്ടൊക്കെ കല്യാണം ആലോചിക്കുന്ന കാലത്തൊക്കെ പിന്നെ ചെറുക്കൻ എങ്ങനെയുണ്ട് പെണ്ണെങ്ങനെയുണ്ടെന്നൊന്നും അല്ല ചോദിച്ചുകൊണ്ടിരുന്നത്. അന്ന് അന്വേഷിക്കുന്നത് ആ കുടുംബത്തിലെ കാർന്നോർ എങ്ങനെയുണ്ടെന്നായിരുന്നു ചോദിക്കുന്നത്. കാരണം കാർന്നോർ നല്ലതാണെങ്കിൽ പിന്നെ ആ കുടുംബം മുഴുവൻ നല്ലതാണെന്നുള്ള ഒരു കാരണം കാർന്നോർക്ക് ഈ വേലി കെട്ടി ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ആ കഴിവ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ആ കുടുംബത്തിന് ആ സംരക്ഷണം, ആ വേലികെട്ടലും ആ സംരക്ഷണവും അതുപോലെ കിട്ടുമ്പോഴേക്കും ആ കുടുംബത്തിലെ അംഗങ്ങളുടെ എല്ലാം സ്വഭാവം എല്ലാം അതനുസരിച്ച് രൂപപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഈ കാരണന്മാരുടെ ഭാഷ പറയുകയാണെങ്കിൽ കുടുംബത്തിൽ ഓരോരുത്തരും നിലയ്ക്ക് നിൽക്കണമെന്ന് പറയുന്നത്. ഈ നിലയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഓരോരുത്തർക്കും ഉള്ള റോളിൽ അവനവൻ നിൽക്കുക എന്നുള്ളതാണ്. കുടുംബനാഥൻ്റെ റോൾ ഒന്നാണ്, കുടുംബനാഥയുടെ റോൾ ഒന്നാണ്, മക്കളുടെ റോൾ ഒന്നാണ്. അങ്ങനെ ആ റോളിൽ ഓരോരുത്തർ നിൽക്കുക എന്നുള്ളതാണ് ആ കാരണന്മാരുടെ ഭാഷയിൽ പറയുമ്പോൾ അങ്ങനെ വരുന്നത്. അങ്ങനെയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുടുംബങ്ങൾ നമുക്കുണ്ടായിരുന്നു. നമ്മൾ ആ പഴയ കുടുംബങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം കിട്ടും. നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ പ്രവാസ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യമായിട്ടും പഴമയിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമുക്കിന്ന് മിസ് ചെയ്യുകയാണ്. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ വരികയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ വിശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കാരണവന്മാരൊക്കെ ഫോർ ഫാദേഴ്സൊക്കെ ചെയ്ത പല കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കൊരു ബലം കിട്ടുകയാണ് ചെയ്യുന്നത്. ഇത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ബലം കിട്ടുകയാണ് ചെയ്യുന്നത്. അതായത് അവർ വിശ്വാസത്തിന് വേണ്ടിയിട്ട് അവർ സഹിച്ച ത്യാഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. അങ്ങനെ വരുമ്പോഴേ നമ്മുടെ പിള്ളേരുടെ വിശ്വാസവും ഉറച്ചു വരുള്ളൂ. അപ്പം വേറെ സാഹചര്യങ്ങൾ അവരുടെ കൂട്ടുകാരങ്ങനെ പറഞ്ഞു, മറ്റവരങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നുള്ള പറച്ചിലൊന്നും അവർ വരത്തില്ല. കാരണം അവർക്കറിയാം അവരുടെ ഉള്ളിൽ എന്നതാണെന്നുള്ളത്. കാരണം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഈ ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ പ്രവാസത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കൾച്ചറും നമ്മുടെ ബിലീവും എല്ലാം പോകുന്നത്. അത് എന്നോട് ഒരു സോഷ്യൽ വർക്കറായിരുന്ന ഒരു റിട്ടയർ ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്കർ ഒരു പുള്ളിക്കാരൻ എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. പിന്നെ അവരിങ്ങനെ സർവേ എടുത്ത് പോയപ്പോഴേക്കും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയൊക്കെ ഒരു 3-4 തലമുറ കഴിഞ്ഞാലും അവരിവിടെ തന്നെ താമസിക്കുന്നതെങ്കിലും അവരുടെ ഒന്നും മക്കൾ മാറുന്നില്ല, സംസ്കാരത്തിൽ നിന്ന് ഉപേക്ഷിച്ച് പോകുന്നില്ല. പക്ഷേ നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ ഒരു തലമുറ കഴിയുമ്പോഴത്തേനും അവരങ്ങ് പോവുകയാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണ് സംഭവിക്കുന്നത്. അപ്പം പക്ഷേ എന്നിട്ട് പുള്ളി പറഞ്ഞു നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പെന്തിക്കോസുകാർ അതിൽ കുറച്ച് ഭേദമാണെന്ന് പറഞ്ഞു. അപ്പം കൂടുതലും നമ്മളാണ് പോകുന്നത്, നമ്മുടെ മക്കൾ. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ്
അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു നമ്മൾ ഈ കുടുംബങ്ങളുടെ ബൈൻഡിങ് കുറഞ്ഞു പോയതുകൊണ്ടും നമ്മൾ നമ്മുടേതിനൊരു വാല്യൂ കൊടുക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ കൾച്ചറിന് നമുക്ക് തന്നെ വാല്യൂ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരും കൊടുക്കത്തില്ലല്ലോ. ആ വാല്യൂ കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ബാക്കിയുള്ളവർക്കൊക്കെ അവരുടെ കൾച്ചറിനെ പിടിച്ചു നിർത്താമെങ്കിൽ നമുക്കും തീർച്ചയായിട്ടും പിടിച്ചു നിർത്താം. നമുക്ക് തിരുക്കുടുംബത്തിലേക്ക് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ സമർപ്പിക്കാം. ഇനിയിപ്പം എൻ്റെ കുടുംബം പറഞ്ഞു. ഇനിയിപ്പം നമ്മൾ എൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയാണ്. നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ ഗ്രൂപ്പായിട്ടിരുന്ന് 2-3 ഗ്രൂപ്പായിട്ടൊന്ന് ഇരുന്നിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാവോ? നമ്മുടെ ഇന്നത്തെ ക്രിസ്ത്യൻ കുടുംബത്തിൽ കുടുംബങ്ങളിൽ ഇന്ന് നമ്മൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഏതൊക്കെയാണ്, അതിനുള്ള പരിഹാരം, അല്ലെങ്കിൽ മാതൃകാപരമായ ക്രിസ്തീയ കുടുംബജീവിതത്തിൻ്റെ നയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, മറ്റു കുടുംബങ്ങളെ നമ്മൾ എങ്ങനെ അതിലേക്ക് നയിക്കാമെന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്യാമോ? ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ പോലൊരു സെഷനാണ്. ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വേണേൽ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാം. ഒരു ടേബിൾ ഒരു ഡിസ്കഷൻ ടേബിൾ വേണം ചേച്ചിരിക്കാം. കിഡ്സ് നമുക്കൊരു ടേബിൾ എടുക്കാം. അങ്ങനെ ഒരു ചെറിയൊരു ഡിസ്കഷൻ. പിന്നെ ഒരു കാര്യം നമ്മൾ